നമസ്കാരം പ്രിയപ്പെട്ടവരെ. പ്രപഞ്ചത്തിൻ്റെ അനന്തമായ ചൈതന്യത്തെയും ഈശ്വരശക്തിയെയും സാക്ഷ്യം നിർത്തി പ്രിയപ്പെട്ട ഏവർക്കും ഹൃദ്യമായ നമസ്കാരം. നമ്മുടെ ജീവിതമെന്നത് പലപ്പോഴും പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു കടലാണ്. എങ്ങോട്ടെന്നറിയാതെ മനസ്സ് അലയുമ്പോൾ, ചുറ്റുമുള്ള ബഹളങ്ങളും ആശങ്കകളും നമ്മുടെ ചിന്തകളെ മൂടുമ്പോൾ നാം പലപ്പോഴും ഒറ്റപ്പെട്ടു പോയതായി ഭയപ്പെടുന്നു. എന്നാൽ ഓർക്കുക, നിങ്ങളുടെ മനസ്സിൽ ഓരോ അലച്ചിലും ആരും കാണുന്നില്ല എന്ന് കരുതി വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ ഓരോ തേങ്ങലും പ്രപഞ്ചനാഥനായ ഭഗവാൻ കാണുന്നുണ്ട്. ഭൗതിക ലോകത്തിലെ എല്ലാ കോലാഹലങ്ങളും താൽക്കാലികമായി മാറ്റിവെച്ച് ഭഗവാൻ തരുന്ന ഈ സന്ദേശത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് വെറുമൊരു വാക്കുകളുടെ സമാഹാരമല്ല, മറിച്ച് നിങ്ങൾ കാലങ്ങളായി നിങ്ങളുടെ ആത്മാവിൽ കേൾക്കാൻ കൊതിച്ച പരമമായ സത്യമാണ്. ജീവിതത്തിലെ കഠിനമായ പരീക്ഷണങ്ങൾ കാരണം തളർന്നുപോയ നിങ്ങളുടെ ഹൃദയത്തിന് ഒരു കുളിർമയുള്ള ആശ്വാസമേകാനും, ഇരുട്ടു നിറഞ്ഞ വഴിത്താരകളിൽ ഒരു വഴികാട്ടിയായി വെളിച്ചം പകരുവാനും ഭഗവാൻ അരികിൽ തന്നെയുണ്ട്. ഈ ഒരു ദിവ്യമായ സന്ദേശം തന്നെയാണ് നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്നത്. ഇത് കൃത്യമായി നമുക്ക് കാണാൻ സാധിച്ച കാര്യങ്ങളാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം സന്ദേശങ്ങളും മുന്നറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ശക്തി തന്നെയാണ്, നിങ്ങളുടെ വഴിപാടുകളുടെ ചൈതന്യം തന്നെയാണ് ഇത്തരം സന്ദേശങ്ങൾ നിങ്ങളിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രാർത്ഥനാപൂർവ്വം, വിശ്വാസപൂർവ്വം ഓം നമഃശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജ്ജവും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിന് സഹായിക്കും. അതുകൊണ്ട് തന്നെ സാധ്യമാവുന്ന സമയങ്ങളിൽ ഭഗവാന്റെ നാമം ജപിക്കുക. നാം മനസ്സിലാക്കുക, ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ യാദൃശ്ചികമായി സംഭവിക്കുന്നില്ല. കോടാനുകോടി മനുഷ്യർ ജീവിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് ഈ നിമിഷത്തിൽ ഈ സന്ദേശം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത് ആ അദൃശ്യമായ നിയോഗം കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ ആത്മാവിനുള്ള ആഴത്തിലുള്ള തേങ്ങലുകളും കണ്ണുനീരും കഠിനമായ പ്രാർത്ഥനകളും ഭഗവാൻ കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടുതന്നെ ഈ നിമിഷത്തെ അർഹിക്കുന്ന ഗൗരവത്തോടെ കാണുക. ഇത് നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ പുണ്യ നിമിഷം തന്നെയാണ്. ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് കടുത്ത അവഗണനകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അതിനൊത്ത ഫലം ലഭിക്കാത്ത പോയതും, മറ്റുള്ളവർക്ക് നൽകിയ ആത്മാർത്ഥതയെ, സ്നേഹത്തിന് ആരും വില കൽപ്പിക്കാതെ നിങ്ങളെ വേദനിപ്പിച്ചതുമായ അനുഭവങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. സങ്കടങ്ങൾക്കും തടസ്സങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അദൃശ്യമായ നെഗറ്റീവ് ശക്തിയുണ്ട്. ആ ദോഷങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ കാവലാളായ കുലദേവതയെ മറക്കാതിരിക്കുക എന്നതാണ്. നിത്യവുമുള്ള പ്രാർത്ഥന. നമ്മുടെ വീടിൻ്റെ പൂജാമുറിയിൽ ദിവസവും രാവിലെ വൈകുന്നേരവും ശുദ്ധിയോടെ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം. കുലദേവതാ പ്രീതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ മറ്റൊരു പ്രധാന ദേവതകളെ ഭജിക്കുന്നവരാണെങ്കിലും സ്വന്തം വംശത്തെ കാത്തുരക്ഷിക്കുന്ന കുലദേവതയെ ഒരിക്കലും സ്മരിക്കാതിരിക്കരുത്. ദോഷങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതും കുടുംബദേവതയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും ദുഷ്ടശക്തികളും ദൃഷ്ടികളും താനെ അകന്നുപോകും. 6 മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും കുലദേവതാ ക്ഷേത്രത്തിൽ നേരിട്ടെത്തി വഴിപാടുകൾ നടത്തുന്നത് ജീവിതത്തിലെ പ്രയാസങ്ങളുടെ ആക്കം കുറക്കുന്നതിനും ദൈവികമായ ഒരു കവചം നിങ്ങൾക്കുണ്ടാക്കിയെടുക്കുന്നതിനും സഹായിക്കും. നിങ്ങൾക്ക് കുലദേവതയുടെ അനുഗ്രഹം കുറഞ്ഞു പോകുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. നിങ്ങൾ ഈ ഒരു അധ്യായം കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ നിമിഷമെങ്കിലും നിങ്ങളുടെ കുലദേവതയെ മനസ്സിലൊന്ന് സ്മരിക്കണം. അതോടൊപ്പം തന്നെ ഈ ഇടവമാസം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ദോഷങ്ങളുണ്ട് എങ്കിൽ അതിനുവേണ്ട പരിഹാര മാർഗ്ഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. കുടുംബദേവതയുടെ അനുഗ്രഹം ഒരു കാരണവശാലും കുറയുവാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ തലമുറകളായി കൈമാറി വരുന്ന ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. തിരക്കുകൾ കാരണം ഇവ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷേത്ര തന്ത്രിയോ പൂജാരിയോ കണ്ട് കുലദേവതയ്ക്ക് അനുയോജ്യമായ വഴിപാടുകൾ ചോദിച്ചറിഞ്ഞ് അത് കൃത്യമായി ചെയ്യണം. കൂടാതെ നിങ്ങൾ ഈ ഒരു അധ്യായം കേൾക്കുന്നുണ്ടെങ്കിൽ നിത്യവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും രാവിലെ ഉണരുമ്പോഴും കുലദേവതയെ മനസ്സിൽ ധ്യാനിക്കുന്നത് ജീവിതത്തിൽ വലിയ വെളിച്ചം കൊണ്ടുവരുന്നതിനും നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ഊർജ്ജം നിങ്ങളുടെ അടുത്തുനിന്ന് അകന്നു പോകുന്നതിനും സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമായി തീരും. ഇതെല്ലാം സാധ്യമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നവരുടെ ജീവിതം നിങ്ങളൊന്ന് നോക്കുക. അവരുടെ ജീവിതത്തിൽ എപ്പോഴും അവർ പോസിറ്റീവായിരിക്കും. കാരണം ദുഷ്ടശക്തികൾക്ക് അവരുടെ അടുത്ത് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവികമായ ഒരു കവചം അവർക്ക് എപ്പോഴും ഉണ്ടാവും. അവരുടെ ജീവിതത്തിലേക്ക് അടിക്കടി സൗഭാഗ്യങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കും. അവർ എന്നും സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരായിരിക്കും. നമ്മിൽ പല ആളുകളും പല പ്രയാസങ്ങളും കൊണ്ട് തിരക്കുകൾക്കിടയിൽ നിന്ന് നമ്മൾ ഇത്ര ദൈവികമായ കാര്യങ്ങളെല്ലാം മറന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ അരികിലേക്ക് വരുന്നു. എത്ര പണമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും കടന്നു വരണമെങ്കിൽ നാം ഇത്തരം ദൈവികമായ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരിക്കണം. ഈ ഒരു അധ്യായം കേൾക്കുന്നവർ കൃത്യമായി മനസ്സിലാക്കുക, നിങ്ങൾക്ക് കുലദേവതയുടെ അനുഗ്രഹം വളരെ കുറവാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നിത്യവും കുലദേവതയെ മനസ്സിൽ ധ്യാനിക്കാം. കുടുംബക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഐശ്വര്യം വീണ്ടെടുക്കുക. ദൈവികമായ വഴികളിലൂടെ, ആ ചൈതന്യത്തിലൂടെ മുന്നോട്ട് പോവുക. നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല. നമ്മുടെ തിരക്കുകൾക്കിടയിൽ ദൈവികമായ പല കാര്യങ്ങളും മറന്നു പോകുമ്പോഴാണ് പ്രപഞ്ചം ഇത്തരം സൂചനകൾ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. മുന്നറിയിപ്പുകളെ അവഗണിച്ച ജീവിതം വലിയ അപകടങ്ങളിലേക്ക് വഴിമാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.
പലപ്പോഴും നമ്മുടെ അമ്പല ദർശനങ്ങളും വഴിപാടുകളും ഫലം തരാത്തതിന് കാരണം നമ്മുടെ പ്രാർത്ഥനയുടെ രീതി തന്നെയാണ്. പ്രാർത്ഥന 2 തരത്തിലുണ്ട്. ഒന്നാമത്തേത് ചുണ്ടുകൾ കൊണ്ട് മാത്രം നടക്കുന്ന ഒച്ചപ്പാടുകളാണ്. അവിടെ വാക്കുകൾ മാത്രമേ ഉണ്ടാകൂ, മനസ്സ് മറ്റെവിടെയെങ്കിലും ആയിരിക്കും. ഇതിന് ദൈവാനുഗ്രഹം സ്വീകരിക്കാൻ കഴിയില്ല. രണ്ടാമത്തേത് ആത്മാവിൻ്റെ ആഴത്തിൽ നിന്നുള്ള വിളി അഥവാ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. അത് ഭഗവാൻ കേൾക്കാതിരിക്കില്ല. നമ്മുടെ ഉയർച്ചകളെ തടഞ്ഞു നിർത്തുന്നത് പുറത്തുള്ള ശത്രുക്കളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നാം തന്നെ കെട്ടിപ്പൊക്കിയ ഭയവും സംശയവുമാണ്. ഇത് നടക്കുമോ, ഞാൻ തോറ്റുപോകുമോ എന്ന ചിന്തകളും, നല്ലത് വരുമ്പോൾ ഞാൻ ഇതിന് അർഹനാണോ എന്ന് സ്വയം സംശയിക്കുന്നതുമാണ് ഐശ്വര്യം കടന്നു വരാത്ത വിധം നമ്മുടെ മനസ്സിൻ്റെ ജനലുകൾ അടച്ചു കളയുന്നത്. വലിയ പൂജകളോ കഠിനമായ വ്രതങ്ങളോ അല്ല, ഭയവും സംശയവും പൂർണ്ണമായി ഒഴിവാക്കി പ്രപഞ്ചശക്തിയിൽ ഉറച്ചു വിശ്വസിക്കുക എന്നതാണ് ജീവിതം മാറ്റുവാനുള്ള ഏറ്റവും വലിയ താക്കോൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല, തിളങ്ങാൻ കാത്തിരിക്കുന്ന ഒരു വജ്രമാണ്. ഉള്ളിലെ പൊടിപടലങ്ങൾ തട്ടിക്കളയാനുള്ള സമയമാണിത്. അതുകൊണ്ട് തന്നെ വരുന്ന ഈ ഒരു ഇടവമാസം കഴിയുന്നതിന് മുന്നേ ഒരു പുണ്യമാസമായി കണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഉറപ്പാക്കുക. അതായത് രാവിലെ എഴുന്നേറ്റ് ശാന്തമായിരുന്ന് നല്ലൊരു ഉറക്കം നൽകിയതിന് പ്രപഞ്ചത്തോടും കുലദേവതയോടും നന്ദി പറയുക. ഇന്നത്തെ ദിവസം എനിക്ക് നല്ലത് മാത്രം തരണേയെന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. മനസ്സിലെ വെറുപ്പും ദേഷ്യവും പൂർണ്ണമായി ഉപേക്ഷിച്ച് സ്നേഹവും ക്ഷമയും നിറയ്ക്കുക. നാം എത്ര തന്നെ കഠിനാധ്വാനം ചെയ്താലും കയ്യിൽ പണം വന്നാലും ഉയർച്ച ഉണ്ടാകാതിരിക്കുക. കുടുംബത്തിൽ അടിക്കടി ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും വരിക, പഠനത്തിൽ മിടുക്കരായ കുട്ടികൾ പെട്ടെന്ന് പിന്നോട്ടു പോവുക എന്നിവയെല്ലാം ശത്രുദോഷം, കണ്ണേറ്, പ്രാക്ക് അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് ഊർജ്ജം നമ്മെ ബാധിച്ചതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. ഈ ദുഷ്ടശക്തികളാണ് നമ്മുടെ ഉള്ളിൽ മടിയും അലസതയും നിറച്ച് നമ്മെ താഴ്ചകളിലേക്ക് എത്തിക്കുന്നത്. ശക്തമായ മഴക്കും കാറ്റിനും മുമ്പെല്ലാം നമുക്ക് ചില സൂചനകൾ നൽകും, ചില മുന്നറിയിപ്പുകൾ ലഭിക്കാറുണ്ട്. അതായത് റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട്, ഇത്തരത്തിലുള്ള സൂചനകൾ. കാരണം അപകടം പതിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്, വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള സൂചനയാണ്. അത്തരത്തിൽ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരാൻ പോകുമ്പോൾ പ്രപഞ്ചം ഇത്തരം സൂചനകൾ നൽകുന്നത്. ഇത് വേണ്ട രീതിയിൽ വിലയിരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രയാസവുമില്ലാതെ പോകുവാൻ സാധിക്കും. എന്നാൽ പല ആളുകളും ഇത്തരം സൂചനകളെ അവഗണിക്കും. പിന്നീട് അവരുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ വരും. അതിന് പരിഹാരങ്ങൾ തേടി നടക്കുമ്പോഴേക്കും അവർ പകുതി മുക്കാൽ തകർന്നു കാണും. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തകർച്ചകൾ വരുന്നതിന് മുൻപായി ഭഗവാൻ തരുന്ന പ്രപഞ്ചശക്തി നൽകുന്ന ഇത്തരം സൂചനകളെ നിങ്ങൾ വേണ്ട രീതിയിൽ വിലയിരുത്തുക. ഒരു കഥ കേൾക്കുന്ന ലാഘവത്തിൽ കേട്ട് ഇത് തള്ളിക്കളയാതിരിക്കുക. നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. താൻ പാതി ദൈവം പാതി എന്നൊരു ചൊല്ലുണ്ട്. ഭഗവാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന അപകടങ്ങളെ തട്ടിക്കളയുവാൻ ഇത്തരം മാർഗങ്ങളും സൂചനകളും നൽകും. ഇതിനെ അവഗണിക്കാതെ മുന്നോട്ട് പോവുക. നാം മനസ്സിലാക്കുക, നമ്മുടെ ചുറ്റുമുള്ളവരിൽ പലരും നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരാകാം. എന്നാൽ അവരെ നേരിടാൻ, അവരോട് വഴക്കടിക്കുവാനോ അവരുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ കർമ്മഫലം കാരണം പ്രപഞ്ചത്തിൻ്റെ തിരിച്ചടി നമുക്ക് തന്നെ ലഭിക്കും. നിങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളുമെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയോട് പറയുക. നിങ്ങളുടെ കുലദേവതയോട് എല്ലാ പ്രയാസങ്ങളും പറയാം. നിങ്ങളുടെ ശത്രു, നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എത്ര വലിയ ശക്തനായാലും എത്ര വലിയ സമ്പന്നനായാലും ഈ പ്രപഞ്ചശക്തിക്ക് മുന്നിൽ അവർ ഒന്നുമല്ല. അവർക്കൊരു പുൽക്കുടിയുടെ വില മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അത്തരം ആളുകളെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. നാം സങ്കടങ്ങളും മാനസിക പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ ആരാധനാലയങ്ങൾ സന്ദർശിക്കുക. വാസ്തുശാസ്ത്രപ്രകാരം ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായിരിക്കും. അത്തരം ഇടങ്ങളിൽ നിന്ന് നമുക്ക് യുക്തിപൂർണ്ണമായ പല കാര്യങ്ങളും തീരുമാനിക്കുവാനും നമ്മുടെ മനസ്സിന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഊർജ്ജം ലഭിക്കുകയും നമുക്ക് നല്ല ഉന്മേഷവും അനുഭവപ്പെടും. അതുകൊണ്ടാണ് നാം നേരത്തെ പരാമർശിച്ചത്, നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോകുന്നതും ഇതെല്ലാം നിങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് കാരണമാവും. മാനസികമായി നമുക്കൊരു സന്തോഷവും ഒരു ഊർജ്ജവും ലഭിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ഉണർവുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ് ഊർജ്ജം അകന്നു പോയതുപോലെയാവും. അത്തരത്തിൽ കുടുംബദേവതയുടെ അനുഗ്രഹം കൂടെ നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അകന്നു പോകും. അതുതന്നെയാണ് കുലദേവതയ്ക്ക് നിങ്ങളോട് പറയാനുള്ളതും. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ കുലദേവതയെ മറക്കുവാനോ അവിടെ ചെയ്യേണ്ട കർമ്മങ്ങളും കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി ചെയ്യാതിരിക്കുകയോ ചെയ്യരുത്. ഇതെല്ലാം ജീവിതത്തെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കും. ഇത് തന്നെയാണ് പല ആളുകളുടെ തകർച്ചയ്ക്കും കാരണം. അതുപോലെ തന്നെ കുലദേവതയോടായിരുന്നാലും ഈ പ്രപഞ്ചശക്തിയോടായാലും പ്രാർത്ഥിക്കുമ്പോൾ ആരുടെയും പേരെടുത്തോ വ്യക്തി നശിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം തകർന്നു കാണണമെന്നോ ഒരിക്കലും ആഗ്രഹിക്കരുത്. അത് നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ശക്തി കുറക്കും. അത് നിങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കും. ഇതെല്ലാം ഭഗവാൻ തരുന്ന സൂചനകൾ തന്നെയാണ്. നിങ്ങൾ ഇത്തരത്തിൽ പ്രാർത്ഥിച്ചുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഭഗവാന്റെ മുന്നിൽ കുറ്റക്കാരാണ്. അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകൾ ഒഴിവാക്കുക. ജീവിതത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ കരുതുന്ന വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ ശത്രു ആവണമെന്നില്ല. അതുകൊണ്ട് മനസ്സിൽ മറ്റൊരാളുടെ പേരോ അല്ലെങ്കിൽ മറ്റൊരു രൂപമോ ആലോചിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടേത് മാത്രമായിരിക്കണം. അതിൽ മറ്റൊരാളുടെ ജീവിതം തകരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും പാടില്ല. ഈ ഒരു ജീവിതയാത്രയിൽ എപ്പോഴും 3 കാര്യങ്ങൾ കൂടെ കരുതുക: വിശ്വാസം, ക്ഷമ, പരിശ്രമം.
നിങ്ങളെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുക. കാരണം വെറുപ്പിൻ്റെ ഭാരം പേറുന്നത് ഉയരങ്ങളിലേക്ക് പറക്കുവാൻ കഴിയില്ല. അത് വലിയ പ്രയാസമായി നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. ഈ ഒരു അധ്യായം കേട്ടുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്ന പ്രധാനമായ ഒരു സമയമാണിത്. നിങ്ങൾ ആഗ്രഹിച്ച സമ്പത്തും നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനവും നഷ്ടപ്പെട്ടു പോയ സമാധാനവും എല്ലാം നിങ്ങളുടെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. പ്രപഞ്ചം നൽകിയ ഈ സന്ദേശത്തെ നെഞ്ചിലേറ്റുക. നിങ്ങളുടെ ഉള്ളിലെ ദൈവിക ശക്തിയെ തിരിച്ചറിയുക. ഓർക്കുക, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിലും പ്രപഞ്ചശക്തിയും നിങ്ങളുടെ കുലദേവതയും ഒരു കവചമായി കൂടെയുണ്ടാവും. ധൈര്യമായി മുന്നോട്ട് പോവുക. അനന്തമായ സാധ്യതകളുടെ ഒരു വലിയ ലോകം തന്നെയാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. ഈ ഒരു ഇടവമാസം കഴിയുന്നതിന് മുൻപ് നിങ്ങൾ തീർച്ചയായും കുടുംബക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക. അതോടൊപ്പം തന്നെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് നാളികേരം ഉടച്ച് പ്രയാസങ്ങളും വരുന്ന വലിയ തടസ്സങ്ങളുമെല്ലാം നീക്കി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നില്ല എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജ്ജം ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അതായത് കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക്, മറ്റ് നെഗറ്റീവ് ക്രിയകളാലുള്ള നെഗറ്റീവ് ഊർജ്ജം കൊണ്ടുള്ള ബുദ്ധിമുട്ടലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും നടക്കുന്ന നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവാവുന്നതാണ്. അതിനായി നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ശക്തിയേറിയ പൂജാ വഴിപാടുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളെയും അകറ്റി ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സമ്പത്തും തിരികെ കൊണ്ടുവരുന്നതിന് സഹായിക്കും. അതോടൊപ്പം തന്നെ ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്താൽ ബുദ്ധിമുട്ടുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുമിത്രാദികളിലുമെല്ലാം ധാരാളം ഉണ്ടാകും. അത്തരം ആളുകളിലേക്ക് ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. അവർക്കും നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതോടെ അവരുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷം, കണ്ണേറ്, പ്രാക്ക്, മറ്റ് നെഗറ്റീവ് ആഭിചാര ക്രിയകളാൽ എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങി ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളും നിഷ്കളങ്കമായ ചിന്താഗതിയും തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുലദേവതയുടെ അനുഗ്രഹങ്ങൾ വീണ്ടെടുക്കുക. കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന വലിയ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോവുക. ദൈവികമായ വഴികളും പ്രാർത്ഥനയോടുകൂടിയുള്ള ജീവിതവും എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കും. നാം പരാമർശിച്ചതുപോലെ നിങ്ങൾ ശിവക്ഷേത്രത്തിലും നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തി പറഞ്ഞ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.